യുക്രൈനിലെ ഒരു സായാഹ്നം. നേരിയ തോതിൽ പകൽ വെളിച്ചം എത്തുന്ന ഒരിടം. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ MBBS പഠനത്തിനായി യുക്രൈനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെളിച്ചം എത്തിച്ചേരാത്ത ആ മുറിയിലുണ്ട്. അക്കൂട്ടത്തിലൊരു കുട്ടിയാണ് ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്. സെലിന ചേച്ചി, ആ ശബ്ദം കേട്ടില്ലേ? അത് അടുത്തെവിടെ വീണതാ. നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുമോ? എനിക്ക് പേടിയാവുന്നു. നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥന നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. അച്ഛനും അമ്മയൊന്നും ഫോൺ വിളിക്കാൻ പോലും പറ്റുന്നില്ല. ഫോണിലെ ചാർജും തീരാറായി. TV ചാനലുകൾ വഴി എല്ലാവരും വിവരങ്ങൾ അറിയുന്നുണ്ടാവും. എന്തൊരു സന്തോഷമായിരുന്നു എന്റെ നാട്. മോനെ ശ്രീകുട്ട, ഇന്നലെ നിന്റെ വീട്ടിന്റെ റിസൾട്ട് വരുന്നത്. ഈ അമ്മയുടെ ഒരു കാര്യം മനുഷ്യൻ ഇവിടെ മറന്നിരിക്കുകയായിരുന്നു. നിന്നെ ഒരു ഡോക്ടറായി കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? റിസൾട്ട് കേട്ട് ഞാൻ പൊട്ടു. എന്തായാലും നിന്നെ നാട്ടിൽ നിർത്താനുള്ള ഉദ്ദേശമൊന്നും കണ്ടില്ല. അപ്പുറത്തെ പെണ്ണിനെ കണ്ടില്ലേ? എന്താണെന്ന് നോക്കൂ. ഞാനൊരു ഫംഗ്ഷന് പോകുന്നുണ്ട്. നീ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി തിന്നോ. എനിക്കിഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കി തിന്നോളാം. നിങ്ങൾ അറിയണ്ട. ഇതിലിരുന്ന പൈസ എവിടെ? ഇതിൽ 5000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ 300 രൂപയേ ഉള്ളൂ. എന്താ എന്റെ ഇതിലിരുന്ന പൈസ എവിടെ? എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ പൈസ അയക്കാൻ? ഞാൻ എടുത്തില്ല നിങ്ങളുടെ പൈസ ഒന്നും. എനിക്കിപ്പോ നല്ല സംശയമുണ്ട് നിന്നെ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ വയറ്റും പോക്കൊന്നും അത്ര ശരിയല്ല. എന്റെ പൈസ ഇങ്ങോട്ട് എന്തോ വേണം. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് എന്റെ പൈസ എടുത്താ. ഞാൻ എടുത്തില്ല. അമ്മേ, നീ അപ്പുറത്താ ജയന്തി ആന്റി വീണ എടുത്തിട്ട് അടിച്ചു വന്നാ തോന്നേ. അത് സ്ഥിരമുള്ള ബഹളമാണ്. നീ എന്ന് സ്കൂളിൽ പോകുന്നുണ്ട് കേൾക്കാത്ത. ഞാൻ ഇത് സ്ഥിരം കേൾക്കുന്നേ. അമ്മാ, നീ ചായ കുടിച്ചിട്ട് പോ. നമ്മളെ ശ്രീകുട്ടന്റെ പ്രായമേ ഉള്ളൂ ആ പെണ്ണിന്. ആ ജയന്തി കൊടുക്കുന്ന അടി ആ വീണ തിരിച്ചും കൊടുക്കും. അഹങ്കാരി. എന്തായാലും പാവം. ഞാൻ എന്തായാലും ഇറങ്ങുക. പോയിട്ട് വരാം. ആരാ? എന്താ? ഈ വീടൊന്നും എനിക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ മോളവിടെ അവിടെ എവിടെയെങ്കിലും കാണും. മോളുടെ കയ്യിലിരിപ്പ് കണ്ടല്ലോ അല്ലേ? കഷ്ടം. ജയന്തി, വിഷമിക്കല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും അവള് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാം. അവൾക്ക് 18 വയസ്സല്ലേ ആയുള്ളൂ. ഉറപ്പായിട്ട് അവളെ വെറുതെ വിടും. അവള് പോണെങ്കി പോട്ടെ. എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് പോണം. എന്തോ അമ്മ എവിടെ? ഒരു ബഹളം. ആ പെണ്ണിനെ ജീപ്പ് കയറ്റിക്കൊണ്ട് പോയത് കണ്ടോ? നമ്മുടെ കൺമുന്നിൽ വളർന്ന കൊച്ചല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്ന കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്ന എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം. എന്നാ ശരിയാ. ആ ജയന്തിയെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ ചുമ്മാ കുട്ടിയുടെ നടക്കുന്നത് ആ കൊച്ചിനെ ശ്രദ്ധിക്കുന്നില്ല. പറഞ്ഞില്ല. ഇപ്പൊ സ്കൂളിൽ തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ലല്ലോ. നമ്മൾ ശരിക്കും എന്തായാലും ഇവിടെ എന്നുള്ള
പേടിക്കണ്ട. പിന്നെ അവന്റെ നീറ്റിന് നല്ല മാർക്കും ഇല്ലല്ലോ, എന്തായാലും ഇവിടെ അഡ്മിഷൻ കിട്ടത്തുമില്ല. മോളെ അവനെ ദൂരത്തേക്ക് വിടണം. എനിക്ക് അവനെ കാണാൻ ഒരു ദിവസം പോലും കഴിയാൻ പറ്റില്ല. ക്ഷമിക്കണ്ടേ, ഇവിടെ ഞാനുണ്ടല്ലോ. അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെ അവനൊരു ഡോക്ടർ ആക്കണ്ടേ. പിന്നെ യുക്രൈനിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് ടീച്ചർമാരുടെ മക്കൾ അവിടെയാ പഠിക്കുന്നത്. എങ്കിലത് നോക്കാം മോളെ. ശരി, എനിക്ക് എവിടെയും പോണ്ട. പിന്നെ നീ ഇവിടെ കിടന്ന് നശിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ കണ്ടില്ലേ? അതുപോലെ ആവും നീ. എടാ, യുക്രൈൻ നല്ലതാ, അവിടെ ഫീസും കുറവാന്നാ പറയുന്നത്. ഹലോ ഹലോ, ശ്രീകുട്ടൻ എവിടെ? അവനെ യുക്രൈനിൽ വിടുന്ന കാര്യത്തെ കുറിച്ച് ശ്രീകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അഭിപ്രായം എന്താ? സ്കൂളിലെ അധ്യാപകരൊക്കെ അവരുടെ മക്കളെ ഉക്രൈനിൽ വിട്ട് പഠിപ്പിക്കുന്നെന്ന് അവള് പറയുന്നത്. നമുക്കും അവനെ അവിടെ തന്നെ വിടാം. ശരിയാ, അവൻ പോയി പഠിക്കട്ടെ. നമുക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ മക്കൾ നന്നായിരിക്കണം. ശരി. കിട്ടി. ഹലോ ഹലോ, നിങ്ങൾക്ക് MBBS സ്റ്റുഡന്റ് ആണോ? എത്ര നാളായി ബംഗാളിനുള്ളിൽ കഴിഞ്ഞിട്ട്? 2 ആഴ്ചയായി. നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? ആ, വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. ഇപ്പൊ കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഹലോ ഹലോ, കട്ടായി. കാര്യങ്ങളൊന്നും എനിക്ക് പറയാതെ. അവന് ടിവിയും കേടായി, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവൻ വിളിച്ചാന്നോ? മന്ത്രിമാരൊക്കെ ഇടപെട്ടു എന്ന് പറയുന്നുണ്ട്. ഏജന്റ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഒന്നും പറയാത്ത. ഞാനിനി അവൻ വന്നിട്ട് അമ്മ അകത്തു പോയി കിടക്ക്. കരഞ്ഞ അസുഖമൊന്നും ഉണ്ടാക്കല്ലേ. വൈകിട്ട് ചാനലിൽ വാർത്ത വരുമെന്നാണ് പറഞ്ഞത്. നീ സമയമാവുമ്പോ എന്നെ ഒന്ന് അറിയിക്കണേ. എന്റെ ദേഹം തളരുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ കൊച്ചിങ് എത്തിയാ മതിയായിരുന്നു. നമസ്കാരം. സായാഹ്ന വാർത്തകൾ. യുക്രൈൻ ഇസ്രായേൽ യുദ്ധത്തിൽ അകപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര ശ്രമം നടത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മോളെ, അവൻ എപ്പോ എടുത്തെന്ന് വല്ലതും പറഞ്ഞോ? അതൊന്നും പറയുന്നില്ല. നമുക്ക് ചാനൽ മാറ്റി നോക്കാം. ഇതുവരെ ഒരു വിവരവും ഇല്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വരൂ. നീ വിഷമിക്കാതെ. എന്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ നാളെ നോക്കി. രക്ഷപ്പെട്ടു. അവനെ എന്നെ നാട്ടിൽ വിട്ട് പഠിപ്പിച്ചാൽ മതി. പാവം എന്റെ കൊച്ച്. അവൻ പഴയതുപോലെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവൻ എന്തോ വ്യത്യാസം വന്നതുപോലെ. എല്ലാവരുടെയും മക്കളും ഇതുപോലെ തന്നെ. കുറച്ച് ദിവസങ്ങളിൽ നോക്കാം. ബെഡ്ജറ്റിന്റെ ഓർമ്മ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം. എല്ലാ കുട്ടികളെയും നാട്ടിലെത്തിക്കാനായിട്ട് സാധിച്ചു. അവരുടെ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ തുടർന്ന് പഠിക്കണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കേണ്ടതുണ്ട്.
എല്ലാ കോളേജുകളിലും സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോ കുട്ടികളുടെ ഇത്രയും നാളത്തെ പഠനം നഷ്ടമാവില്ലേ? നമ്മുടെ രാജ്യത്ത് 1-ാം വർഷം മുതൽ തുടങ്ങേണ്ടതാണ്. മറ്റു മാർഗങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ഞാൻ കേസൊന്നും എടുത്തിട്ടില്ല. 18 വയസ്സ് തികയാത്തതുകൊണ്ട് കേസ് ചാർജ് ചെയ്യും. ഡോക്ടർ അകത്തേക്ക് വരട്ടെ? ആ കേറും. മോളിവിടെ ഇരുന്നു, അമ്മ പുറത്തു. മോളെ നിന്റെ പേരെന്താ? വീണ. വീണയ്ക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല എന്ന് എനിക്കറിയാം. ടീച്ചർ നിർബന്ധിച്ചിട്ട് വന്നതല്ലേ. അവർക്ക് എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ അറിയൂ. ഞാൻ എന്താ ഇങ്ങനെ ആയെന്ന് ആരും അന്വേഷിക്കുന്നില്ല. അത് നിന്റെ തോന്നലാണ് മോളെ. നിന്നെ സഹായിക്കാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിനക്കിപ്പോ എന്ത് തോന്നുന്നു? പഴയ ശീലം വീണ്ടും എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? തോന്നിയിട്ടുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്റെ തല ഭ്രാന്ത് പിടിക്കും. എന്നെ കൂട്ടുകാരും ഒഴിവാക്കുന്നു. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. നീ ഒറ്റയ്ക്കല്ല. ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. എനിക്കിതിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് സ്വയം വിചാരിക്കുക. പെട്ടെന്ന് മാറില്ല, സമയമെടുക്കും. മരുന്നുകളും കൃത്യമായ വ്യായാമവും വഴി നമുക്കിത് ശരിയാക്കാം. എന്റെ അമ്മ എന്നും തിരക്കില്ല. എന്റെ കാര്യങ്ങളൊന്നും നോക്കി എന്തേലും ചോദിച്ചാൽ ദേഷ്യം അടിയും ഒക്കെ. അതാ ഞാൻ ഇങ്ങനെ ആയത്. ഞാൻ അമ്മയോട് സംസാരിക്കാട്ടോ, മോള് വിഷമിക്കണ്ട. എനിക്കിപ്പോ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അപ്പൊ നാളെ മുതൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിച്ചൂടെ? ഓ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത്രയും ഇഷ്ടമുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. വെറുക്കരുത്. എന്തായി? നീ ശ്രീജിത്തിന് അഡ്മിഷൻ കിട്ടി? അഡ്മിഷൻ കിട്ടിയോ? അയ്യോ, സന്തോഷമായി. ഞങ്ങൾ നിങ്ങൾ നിർബന്ധിച്ചാണ് ഉക്രൈനിലേക്ക് പറഞ്ഞയച്ചത്. നിനക്ക് ഞങ്ങളോട് പിണക്കം വല്ലതും ഉണ്ടോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛാ, ശ്രീകുട്ടിന് അഡ്മിഷൻ കിട്ടി. അതെ അതെ, അതേ കോളേജിൽ തന്നെയാണ്. ഞാൻ അമ്മേനെ കൊടുക്കട്ടെ? നമ്മുടെ മോന് അഡ്മിഷൻ കിട്ടി. സന്തോഷായില്ലേ? പിന്നെ ആഗ്രഹം ഓരോ വീടിനും പറയാനൊരു കഥയുണ്ട്. ചില കഥകളിൽ സ്വപ്നങ്ങളുടെ ഭാരം മക്കളെ അതിരുകൾക്കപ്പുറം കൊണ്ടുപോകും. ചില കഥകളിൽ കരുതലിന്റെ അഭാവം അവരെ ഇരുട്ടിലേക്കും. ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ പഠനമോ സ്വാതന്ത്ര്യമോ അല്ല, അവരൊരിക്കലും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളിടത്ത് പ്രതീക്ഷകൾക്ക് അർത്ഥമുണ്ട്. ആ വിശ്വാസമില്ലാത്തിടത്ത് വിജയങ്ങൾക്കും നിറമില്ല.